ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ന്യൂസിലാൻഡിലെ ഓക്ലാൻഡിലുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്കാണ്. ഈ ടെമ്പിളിൻ്റെ പേര് വരുന്നത് ഫോ ഗ്വാങ് ഷാൻ ടെമ്പിൾ എന്നാണ്. ഇത് വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവിടെ എൻട്രൻസ് വരുന്നത്. ഇപ്പോൾ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്, പാർക്കിംഗ് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ചെറിയൊരു ബുദ്ധ സ്റ്റാച്ചു ആണുള്ളത്. അത് കഴിഞ്ഞിട്ട് ആണ് മെയിൻ ടെമ്പിളിലേക്ക് പോകുന്നത്. ഇതാണ് അവിടുത്തെ വ്യൂ. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഒരു സമാധാനം. നമുക്ക് അവിടെ പോയി ഇരിക്കുമ്പോൾ വരാൻ തോന്നില്ല, അങ്ങനെ നല്ല സമാധാനമായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ നമ്മളന്ന് പോയത് ഒരു സൺഡേ ആണെന്ന് തോന്നുന്നു. ഇത് ഒരു ലീവിലുള്ള ദിവസമായിരുന്നു. അപ്പോൾ അവിടെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഉള്ളിലെന്തോ പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടൊന്നും കയറാൻ പറ്റിയില്ല. ജസ്റ്റ് പുറത്തേക്കൂടെയൊക്കെ ഒന്ന് നടന്ന് കണ്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. ഇത് ഓക്ലാൻഡിലുള്ളതിൽ വെച്ച് ലാർജസ്റ്റ് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. അപ്പോൾ ഇത് നിർമ്മിക്കാൻ തന്നെ 7 വർഷം എടുത്തിട്ട് ന്യൂസിലാൻഡ് $20 മില്യൺ വെച്ചിട്ടാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിട്ടുള്ളത്. ടാങ് രാജവംശത്തിൻ്റെ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ ടെമ്പിൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കയറി നേരെ ചെല്ലുമ്പോൾ തന്നെ കാണാതെ അവിടെ വലിയൊരു ബുദ്ധൻ്റെ സ്റ്റാച്ചു കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് ആരെയും അന്ന് ഉള്ളിലേക്ക് കയറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കിവിടെ പുറത്തുനിന്ന് ഇങ്ങനെ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് അവിടെ തന്നെ അവർ ചന്ദനത്തിരിയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കത്തിച്ചിട്ട് ഇതുപോലെ അവിടെ കുത്തി വെക്കണം നമ്മൾ, അങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ നമുക്കിവിടെ ഉള്ളിൽ ഇവിടെ ഒന്നും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ഞാനിങ്ങനെ ചെറിയ രീതിയിൽ അവർ കാണാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് തന്നാൽ അവിടെ എല്ലാവരും ആൾക്കാരുണ്ട്. മൊത്തത്തിൽ ഓരോ സ്ഥലത്തും ആൾക്കാർ വാച്ച് ചെയ്യാനും നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ പോകേണ്ടത് അങ്ങനെ എല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. നമുക്കങ്ങനെ അവിടെ വെറുതെ ഇങ്ങനെ പോയി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മനസ്സിനൊക്കെ നല്ലൊരു സമാധാനമായിട്ട് ഫീൽ ചെയ്യും. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ കൂടെ അവരവിടെ നിന്ന് എല്ലാ പ്രാർത്ഥനയും പിന്നെ അതിൻ്റെ കൂടെയുള്ളൊരു മ്യൂസിക്കും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് അത്. അവിടെ പോയിരുന്ന് നമ്മളിങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരുന്നു. പിന്നെ ഇതിൻ്റെ പുറത്ത് അവർ ഗാർഡനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പുല്ലായാലും അങ്ങനെ മരങ്ങളും എല്ലാം നല്ല വെട്ടി വൃത്തിയാക്കി എല്ലാം നല്ല ഷേപ്പിലാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒരു ഇല പോലും ആ നിലത്ത് അങ്ങനെ കാണാൻ മാത്രമില്ല. ഫുൾ ക്ലീനാണ്. പിന്നെ ഇവിടെ നല്ല വിശാലമായ സ്ഥലമുള്ളതുകൊണ്ട് തന്നെ ഓടിച്ചാടി നടക്കുവാണ്. ഫുള്ള് അടങ്ങി നിന്നിട്ടേ ഇല്ല, ഫുള്ള് ഓടിക്കളി തന്നെ. പിന്നെ ഇതൊരു വിഷിംഗ് ബെല്ലാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് ആ ബെല്ല് അടിക്കുക വേണ്ടത്. അപ്പോൾ പൊന്നു ആദ്യം പോയിട്ട് അടിക്കാൻ നോക്കി, പക്ഷെ ഒക്കെ ആവുന്നില്ല. ആ മണി നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഏട്ടൻ പോയിട്ടൊന്ന് അടിച്ചു കൊടുത്ത് നോക്ക്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പുറം ഫുള്ള് നല്ല അടിപൊളി ഗാർഡനാണ്. പിന്നെ ഇങ്ങനെ ചെറിയ സ്റ്റാച്യൂസും അങ്ങനത്തെ എല്ലാം ഉണ്ട് ഇതിൻ്റെ ഗാർഡൻ്റെ ഇടക്കൊക്കെ ആയിട്ട്. ഈ ഗാർഡൻ്റെ നടുക്കേ കൂടെ ഇങ്ങനെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടൊരു ഇതെല്ലാം പാതയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. പിന്നെ ഇവിടത്തേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ എല്ലാ ഡ്രസ്സും നമുക്ക് ഇടാൻ പറ്റില്ല. ഷോർട്ടായിട്ടുള്ള സ്കേർട്ട് പിന്നെ സ്ലീവ്ലെസ് അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇവിടെ അലൗഡ് അല്ല. അതൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ഇവർ. അതൊന്നും അലൗഡ് അല്ലാന്ന്, അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇവിടെ ഉള്ളിൽ പ്രാർത്ഥന നടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരും മൊത്തം ഒരു കവറായിട്ടുള്ള ഡ്രസ്സാണ് ഇടുന്നത്. അത് അവർ തന്നെ ഒരു യൂണിഫോം പോലെ എല്ലാവർക്കും സെയിം ഡ്രസ്സാണ്. എല്ലാവരും സെയിം ഡ്രസ്സ് ഇട്ടിട്ടാണുള്ളത്. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. ഇതിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്ക് അവിടെ നല്ല അടിപൊളി വെള്ളം ഇങ്ങനെ എന്താ പറയുക, ഫൗണ്ടെയിൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ആ വെള്ളത്തിനൊരു അനക്കമുണ്ട്. 2 സൈഡിലും നിറച്ചിങ്ങനെ വെള്ളം സെറ്റ് ചെയ്തിട്ട് ആ വെള്ളത്തിന് നല്ലൊരു അനക്കമുണ്ട്. അതിങ്ങനെ താഴോട്ട് പോയി അത് തന്നെ എന്തോന്ന് തിരിച്ചു വരുന്നത്, അങ്ങനെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ കാണുമ്പോൾ 2 ഭാഗത്തും വെള്ളം നിറച്ച് വെച്ച പോലെ തോന്നും, പക്ഷേ അടുത്തുനിന്ന് നോക്കുമ്പോൾ അതിങ്ങനെ അനങ്ങുന്നുണ്ട്. ആ വെള്ളം തന്നെ താഴേക്ക് പോയിട്ട് അത് തന്നെ തിരിച്ച് വരുന്നത്, അങ്ങനത്തെ സെറ്റിങ്സ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് വേറൊരു വിഷിംഗ് ബെല്ലാണ്, അപ്പുറം കാണിച്ചിരുന്നത് പോലെ തന്നെ. ഇവിടെ എന്തെല്ലോ പണി നടക്കുന്നുണ്ട്, ഇങ്ങനെ മരത്തിൻ്റെ കൊമ്പ് കൊത്തും അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് പുറത്തുള്ള വ്യൂ ആണ്, ഇതിൻ്റെ ഔട്ട് സൈഡാണത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.